മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. ഇപ്പം എമ്പുരാനാണ് ഇപ്പം ന്യൂസിലൊക്കെ ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. എമ്പുരാനിലെ ആ ഒരു 17 സീൻസ് കട്ട് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പം അതിലിപ്പോൾ ഒരു പ്രത്യേക ഒരു സംഭവം നടന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ട് അദ്ദേഹം എമ്പുരാൻ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ സിനിമ കാണുന്നത് ഇപ്പം ഫാമിലി ആയിട്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരുമായിട്ടാണ് പോയത് ഈ സിനിമയ്ക്ക്. അപ്പോൾ ഈ സിനിമയിലുള്ള കുറേ സീൻസൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം അദ്ദേഹം ഈ സിനിമ കണ്ടിട്ട് ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു വലിയൊരു പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്നത് എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള സിനിമയാണ്. അതെനിക്കിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം അതിൽ ഒരു പ്രത്യേകതരം പാർട്ടിയുടെ അതിൽ പണ്ട് നടന്നൊരു വലിയൊരു ക്രൂരതയുടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും ആ നടന്നതുപോലെ തന്നെയാണ് ഇതിലെടുത്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ടിട്ടാണ് ഇവർക്ക് ഇത്രത്തോളം ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അങ്ങനെ തോന്നിയതുകൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് പ്രതികരിച്ചെന്നുള്ള രീതിക്കാണ് ഇവർ പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ളൊരു കാര്യമാണ് 100% പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇതിനെ ഒരിക്കലും പ്രതികൂലിച്ചുകൊണ്ടുള്ളൊരു കാര്യം ആ ഒരു പോസ്റ്റിൽ ഇട്ടിട്ടേ ഇല്ല. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരണം എന്നുള്ള രീതിക്കാണ് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇത് കട്ട് ചെയ്യുമെന്ന് ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കട്ട് ചെയ്തതിലോടൊന്നും അദ്ദേഹത്തിന് വലിയൊരു താല്പര്യമില്ലാത്ത രീതിക്കാണ് നമുക്ക് ആ ഒരു പോസ്റ്റ് വായിക്കാൻ മനസ്സിലാകുന്നത്. അദ്ദേഹം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അന്ന് നടന്നതെന്നുള്ളത് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അത് കണ്ട് അറിയണം എന്നുള്ളൊരു രീതിക്കത്തെ പോസ്റ്റായിരുന്നു അതിലിട്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു സിനിമയെക്കുറിച്ചും അതിൽ പറയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും ഒരു പ്രശ്നവും ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. നമുക്കിപ്പോൾ കണ്ടാൽ ആ സിനിമയ്ക്കകത്ത് ഒരിക്കലും ഒരു പാർട്ടിക്കാരെ തന്നെയല്ല പറയുന്നത്, എല്ലാ തരത്തിലുള്ള പാർട്ടിക്കാരെയും ഓരോ രീതിക്കും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനാണ്. അദ്ദേഹം ആ സിനിമ കണ്ടിപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഫീൽ ചെയ്തില്ല. അദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടിയിലുള്ളവരെ തന്നെ പറയുന്നുണ്ട് ചില സീനുകളിൽ. എന്നിട്ട് പോലും അദ്ദേഹം അത് കണ്ട് അതൊരു സിനിമയാണെന്നുള്ള രീതിക്ക് മാത്രം എടുത്തിട്ടാണ് ആ സിനിമ ഫുള്ള് കണ്ടത്. എന്നിട്ട് അദ്ദേഹം അവസാനം കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, സിനിമയെ നമ്മൾ സിനിമയായിട്ട് കാണുക, അല്ലാതെ ഇതുപോലെ കലയും കലാകാരന്മാരെ നശിപ്പിക്കുന്ന രീതിക്കത്തെ പ്രവൃത്തികൾ നമ്മുടെ കയ്യിൽ നിന്ന് വരരുത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത് ഈ സിനിമയിൽ വേറെ സീൻസൊക്കെ കട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ്. അതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് പറയുന്നൊരു സംഭവമാണ്. ഞങ്ങൾ കട്ട് ചെയ്യണമെന്ന് തോന്നിയ 2 സാധനങ്ങൾ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും കട്ട് ചെയ്യാനായിട്ടുള്ള പ്രശ്നമുള്ള കാര്യങ്ങളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു കാര്യത്തിന് ഒരു പ്രത്യേക ഒരു വിഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയെ കുറച്ചുകൂടെ എടുത്ത് പോയിന്റ് ചെയ്ത് കാണിക്കുന്ന പോലെ ഉള്ളതുകൊണ്ട് അവരാണ് ഇത് ഏറ്റവും കൂടുതലും ഭയങ്കര പ്രശ്നമാക്കി മാറ്റുന്നത്. അവരങ്ങനെ പ്രശ്നമാക്കി മാറ്റുന്നത് കൊണ്ട് തന്നെ മറ്റ് പാർട്ടിയിലുള്ളവർ ഇപ്പോൾ ഈ സിനിമ ഏറ്റെടുത്ത് ഇതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പല നേതാക്കന്മാരും ഈ ഒരു സിനിമയ്ക്കാണെങ്കിൽ പിന്തുണയായിട്ടുള്ള പോസ്റ്റുകളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതേപോലെയുള്ള ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്നുണ്ട്. അപ്പം കുറേ പാർട്ടികളൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു ജാഥ പോലൊക്കെ നടത്തുന്നുമുണ്ട്. അതിൻ്റെ ഒരു ന്യൂസൊക്കെ ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് ഭയങ്കര ഇതിലായിട്ടാണ് ഇപ്പം ആ ഒരു ന്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർട്ടിക്കാർ ഈ സിനിമ ഏറ്റെടുത്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പം ഇന്ന ആൾക്കാർക്ക് പ്രശ്നമുള്ളതായിരിക്കും ഇവർക്ക് ഇഷ്ടമുള്ളത്. അങ്ങനെ ഒരു പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഈ സിനിമയ്ക്ക് ഇപ്പം വന്നിരിക്കുകയാണ്. പക്ഷേ ഇവർ ഈ സിനിമയ്ക്ക് കൊടുത്ത പബ്ലിസിറ്റിയെക്കാളും ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ഇപ്പോഴാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ കട്ട് ചെയ്ത വേർഷൻസ് പുതിയ വേർഷൻ ഇറങ്ങുന്നത് വ്യാഴാഴ്ച ആയിരിക്കും പുതിയ വേർഷൻ ഇറങ്ങുന്നതെന്നാണ്. അതേപോലെ തന്നെ ഇതിപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പേ എല്ലാവർക്കും കാണണമെന്നും പറഞ്ഞ് ഇപ്പം ഭയങ്കരമായിട്ടുള്ളൊരു ബുക്കിംഗ് ആണ് നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ളവർ ആഗ്രഹിക്കുന്നതും ആദ്യം ഇറങ്ങിയ വേർഷനാണ്. ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ പടം എങ്ങനെയാണോ ആദ്യം തിയേറ്ററിൽ ഇറക്കുന്നത് ആ രീതിക്ക് തന്നെ കാണാനാണ്. ഇപ്പം ബുക്ക് ചെയ്യുന്ന ആൾക്കാർ അവരിതിനെ ഒരു സിനിമ എന്നുള്ള രീതിക്ക് മാത്രം കണ്ടാണ് അവർ ഈ സിനിമ കാണാനായിട്ട് വരുന്നത്. അപ്പം അവർക്ക് താല്പര്യമുള്ളത് ഈ ആദ്യം ഇറങ്ങിയ ആ ഒരു ഭാഗം കാണാനാണ്. അല്ലേ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ആദ്യം കയറിയവർക്ക് അത് കാണാൻ പറ്റിയില്ലല്ലോ, ഞങ്ങൾക്കത് അതിനുള്ള ഭാഗ്യമില്ലല്ലോ എന്ന് ചിന്തിക്കും. അതുകൊണ്ട് അവർ പെട്ടെന്ന് ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് ഇത് ഞങ്ങൾക്കൂടെ കാണണം എന്നുള്ള രീതിക്കത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മൂവീസിനെയൊക്കെ മൂവിയായിട്ട് തന്നെ കാണുവാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളിലോട്ടൊന്നും പോകത്തില്ല. എന്തായാലും ഇപ്പം ഒത്തിരി ഏറെ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് എതിർത്തും അതേപോലെ തന്നെ അനുകൂലിച്ചും പറയുന്നുണ്ട്. ഏറ്റവും കൂടുതലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു പാർട്ടിയിലുള്ള ആൾക്കാർ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്. ബാക്കി മിക്ക പാർട്ടിയിലുള്ളവരും എല്ലാം ഇതിനെ പിന്തുടർന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പം ഫേസ്ബുക്കിൽ തന്നെ ഭയങ്കരമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ ഇപ്പം തന്നെ പല ആൾക്കാരും ന്യൂസിലൊക്കെ ആണെങ്കിൽ വന്ന് പറഞ്ഞു കാണും. ഇവർ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറഞ്ഞു കാണും. എന്തായാലും നമ്മളതെല്ലാം നമ്മുടെ ഈ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും സെൻസർ ബോർഡിലെ ആ ഒരു പ്രത്യേക അറിയിപ്പ് ഇപ്പം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ കട്ട് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. വേറെ ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ആൾക്കാർക്കെല്ലാം കാണാൻ പറ്റിയ രീതിക്കാണ്. ഞങ്ങൾക്ക് ഇതിനോട് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം ഒഫീഷ്യലായിട്ട് ടീമിൻ്റെ സൈഡിൽ നിന്ന് അവർ കട്ട് ചെയ്യാൻ പറയണം, അവർ കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
എന്തായാലും നമുക്കിനിയും വരുമ്പോൾ കാണാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നെന്നുള്ളത്. എന്തായാലും ഇനി ഇതിൻ്റെ വരുന്ന ഓരോ റിപ്പോർട്ടുകളും ആണെങ്കിലും നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.